നമസ്കാരം കൂട്ടുകാരെ. 2025 പുറത്തിറങ്ങി ബേസിൽ ജോസഫ് നായകനായി എത്തിയ അതിഗംഭീര ചലച്ചിത്രം പൊന്മാൻ. GR ഇന്ദുഗോപൻ എഴുതിയ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി GR ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവും കൂടി തിരക്കഥ എഴുതിക്കൊണ്ട് ജ്യോതിഷ് ശങ്കർ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ചലച്ചിത്രം. നല്ല ക്രിട്ടിക്കൽ അക്ലമേഷൻ ലഭിച്ച ഈ ചലച്ചിത്രം തിയേറ്ററിലും അത്യാവശ്യം വിജയം കണ്ടിരുന്നു. ചലച്ചിത്രം ഇപ്പോൾ OTT-യിലൂടെ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ചലച്ചിത്രമുള്ളത്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്ന് സിനിമ കാണുമല്ലോ. രസകരമായ ചലച്ചിത്രത്തിന്റെ ഒരു കഥാസംഗ്രഹം നമുക്ക് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമത്തിൽ നിന്നുമാണ്. ഗ്രാമത്തിലെ പള്ളിയിലെ കപ്പ്യാർ പള്ളിയുടെ മതിലിൽ ഒട്ടിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോസ്റ്റേഴ്സ് നീക്കം ചെയ്യുകയായിരുന്നു. ഇത് കണ്ടുവന്ന ഒരു പയ്യൻ അത് ടൈഗർ ബ്രൂണോ ഒട്ടിച്ചതാണ് എന്ന് കപ്പ്യാരോട് പറഞ്ഞു. അത് പറിക്കരുതെന്നും. പക്ഷേ കപ്പ്യാര് അതൊന്നും കൂസാതെ പോസ്റ്റർ കീറുകയാണ്. ആ പയ്യൻ ടൈഗർ ബ്രൂണോയോട് കാര്യം പറഞ്ഞു. ബ്രൂണോ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. വന്നപാടെ ബ്രൂണോ കപ്പ്യാരെ കൈകാര്യം ചെയ്യുകയാണ്. പാർട്ടി അനുഭാവിയായ ബ്രൂണോ പാർട്ടി തന്റെ ചോരയാണെന്നും അതേ തൊട്ട വകവരുത്തി കളയും എന്ന തരത്തിലും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അധികം വൈകാതെയായിരുന്നു ബ്രൂണോയുടെ വീട്ടിൽ ഒരു പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നത്. ബ്രൂണോയുടെ സഹോദരി സ്റ്റെഫിക്ക് ഒരു വിവാഹാലോചനയുണ്ട്. ലൂസി എന്ന സ്ത്രീയുടെ മകൻ മരിയാനോ ആണ് വരൻ. 25 പവൻ സ്വർണം കൊടുക്കാമെന്ന് ബ്രൂണോയുടെ അമ്മ, അതായത് സ്റ്റെഫിയുടെ അമ്മ ആഗ്നസ്, മരിയാനോയുടെ അമ്മയോട് പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് കല്യാണത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ച് അവർ എത്തിയിട്ടുള്ളത്. സ്റ്റെഫിയെ പെണ്ണ് കാണാനെത്തിയ മരിയാനോയുടെ അമ്മ ലൂസി അന്ന് നല്ല രീതിയിലായിരുന്നു അവരോട് കിടപഴകിയത്. പക്ഷേ സ്ത്രീധനം സ്വർണത്തിന്റെ കാര്യം വളരെ കൃത്യമായി അവർ എടുത്തു പറഞ്ഞു. നോമ്പിന് മുമ്പ് വിവാഹം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. നോമ്പിന് മുമ്പ് കല്യാണം നടത്തുക എന്ന് പറയുമ്പോ അടുത്ത് തന്നെ നടത്തേണ്ടി വരും. അത് കേട്ടതും ആഗ്നസ് ഒന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷേ കല്യാണം ഒഴിഞ്ഞുപോയാലോ എന്ന് ഭയന്ന് അവർ അതിന് ഓക്കെ പറഞ്ഞു. ഇതേസമയം ബ്രൂണോയുടെ പ്രശ്നത്തിൽ കാര്യങ്ങൾ കുറച്ച് കുഴഞ്ഞു മറിയുകയായിരുന്നു. പള്ളിയിലേക്ക് ഒരു കോംപ്രമൈസ് മീറ്റിംഗിന് ബ്രൂണോയെ അച്ഛൻ വിളിച്ചു വരുത്തി. കപ്പ്യാരോട് ഒരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നച്ഛൻ പറഞ്ഞെങ്കിലും ബ്രൂണോ അതിന് തയ്യാറായില്ല. ബ്രൂണോ വലിയ ധാർഷ്ട്യത്തിലായിരുന്നു. പെങ്ങളുടെ കല്യാണം വരികയാണ്, ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് നിൽക്കണ്ട എന്നൊക്കെ അച്ഛൻ എടുത്തു പറഞ്ഞതാണെങ്കിലും ബ്രൂണോ തന്റെ ചോരത്തിളപ്പ് കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും അച്ഛനെയും എതിർത്ത് പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി ഒരുപാട് കല്യാണം നടത്തിയിട്ടുള്ളതാ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കപ്പ്യാരും ഇതൊക്കെ കേട്ട് വലിയ ദേഷ്യത്തിലായിരുന്നു. പോലീസ് കേസുമായി മുമ്പോട്ടു പോകാൻ കപ്പ്യാർ തീരുമാനിച്ചു. വൈകാതെ ഒരു ദിവസം ആഗ്നസും സ്റ്റെഫിയും കൂടി അവരുടെ അടുത്തൊരു പരിചയക്കാരിയുടെ വീട്ടിൽ പോയി. സംഭവം എന്തെന്നാൽ വിവാഹത്തലേന്നിടാൻ കുറച്ച് സ്വർണം വേണം. അത് കടം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടുത്തെ ലേഡിയുമായി ആഗ്നസ് സംസാരിക്കുന്നുണ്ട്. സ്റ്റെഫിക്ക് 10-32 വയസ്സായി. വിദ്യാഭ്യാസമുള്ള പയ്യന്മാരെ വേണം എന്ന് പറഞ്ഞ് അവൾ നോക്കിയിരിക്കുകയായിരുന്നു. ഇത്രയുമായിട്ടുമൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഈ വിവാഹാലോചനയ്ക്ക് അവൾ സമ്മതം മൂളിയിരിക്കുന്നത്. കെട്ടാൻ പോകുന്ന ചെക്കൻ മരിയാനോക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, മീൻപിടുത്തവും മറ്റുമാണ് ജോലി. പക്ഷേ എന്നാലും സ്റ്റെഫി പട്ടിണി കിടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആഗ്നസ് മകളുടെ വിവാഹം അങ്ങുറപ്പിക്കുകയായിരുന്നു. പിന്നാലെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞ അവർ താൻ കാണാൻ ചെന്ന ലേഡിയോട് വ്യക്തമായ കാര്യം പറഞ്ഞ് തലേദിവസം ഇടാൻ സ്വർണം കടം ചോദിച്ചു. ആഗ്നസ് പണ്ട് അവരെ വലിയ തോതിൽ സഹായിച്ചിട്ടുള്ളതൊക്കെയാണ്. പക്ഷേ തന്റെ കഴുത്തിലെ സ്വർണം മൊത്തം വരവാണെന്ന് പറഞ്ഞ് അവർ ഒഴിയുകയായിരുന്നു ചെയ്തത്. ആഗ്നസ് അധികമൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ആ ലേഡിയുടെ കഴുത്തിൽ കിടന്നൊരു മാല പണ്ട് ആഗ്നസിന്റേതായിരുന്നു. അവരുടെ വിവാഹ സമയത്ത് ഒളിച്ചോടിയപ്പോ ആഗ്നസിന്റെ ഭർത്താവ് അന്ന് അവർക്കത് എടുത്തുകൊടുത്തതാണ്. 3 പവനോളം വരുന്ന മാലയായിരുന്നു. എന്നിട്ടും അവർ ആഗ്നസിനോട് കള്ളം പറഞ്ഞത് ആഗ്നസിന് മനസ്സിലായിരുന്നു. അതിന്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ആഗ്നസിനുണ്ട്. ആഗ്നസിന്റെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയിരുന്നു. മകളുടെ വിവാഹം എങ്ങനെ നടത്തുമെന്ന് ആഗ്നസിനൊരു പിടിയുമുണ്ടായിരുന്നില്ല. ബ്രൂണോക്കാണെങ്കിൽ കുടുംബകാര്യത്തിലൊരു ശ്രദ്ധയുമില്ല. പെങ്ങളുടെ കല്യാണമല്ലേ, അതങ്ങനെ അങ്ങ് നടന്നോളും എന്ന ഭാവമാണ് അവന്. അന്ന് വീട്ടിലേക്ക് വന്നു കയറിയ ആഗ്നസ് ദേഷ്യത്തിൽ ബ്രൂണോ കിടന്നിടത്തു നിന്ന് അവനെ അടിച്ച് താഴെയിടുന്നുണ്ട്. പോരാത്തതിന് വീട്ടിലെ കാര്യങ്ങളിൽ ഉത്തരവാദിത്തമൊന്നും കാണിക്കാത്തതിന് കണക്കിന് ശകാരിക്കുകയും ചെയ്തു. ബ്രൂണോയും അമ്മയോടൊന്ന് തട്ടിക്കയറുന്നുണ്ട്. താൻ ആരെയും കണ്ടിട്ടല്ല അവളെ വളർത്തിയെന്നും അവളുടെ കല്യാണം എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം എന്നുമൊക്കെ വലിയ ആവേശത്തോടെ ബ്രൂണോ അവിടെ വെച്ച് പറഞ്ഞു. പിന്നാലെ അന്ന് ബ്രൂണോ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുകയാണ്. പക്ഷേ അപ്പോഴാണ് കാര്യങ്ങൾ തകിടം മറിയുന്നത്. കപ്പ്യാരുടെ ദേഹത്ത് ബ്രൂണോ കൈവച്ചത് കുറച്ച് വിഷയമായി കഴിഞ്ഞിരുന്നു. ഇലക്ഷൻ വരുന്ന സമയമാണ്. പള്ളിക്കാരെ പിണക്കാൻ പാർട്ടിക്ക് പറ്റില്ലായിരുന്നു. ബ്രൂണോയുടെ പ്രവൃത്തിയുടെ പേരിൽ ബ്രൂണോ നിശിതമായി
വിമർശിക്കപ്പെട്ടു. പോസ്റ്റർ കീറിയതിന്റെ പേരിൽ കപ്പ്യാരെ കൈവയ്ക്കാൻ പാർട്ടി പറഞ്ഞോടാ എന്നുവരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചോദിച്ചു. തൽക്കാലത്തേക്ക് പാർട്ടിയിൽ നിന്ന് ബ്രൂണോയൊന്ന് അകറ്റി നിർത്താൻ പാർട്ടി തീരുമാനമുണ്ടായിരുന്നു. കല്യാണത്തിന് പാർട്ടി എന്തെങ്കിലും സഹായിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ബ്രൂണോയ്ക്ക് അതൊരു തിരിച്ചടിയാവുകയായിരുന്നു. കൂട്ടത്തിൽ കപ്പ്യാരെ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. വധശ്രമത്തിനാണ് കേസെന്നറിഞ്ഞതും ബ്രൂണോ അക്ഷരാർത്ഥത്തിൽ പെട്ടു. തൽക്കാലത്തേക്ക് ബ്രൂണോയോടൊന്ന് മാറി നിൽക്കാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയുകയാണ്. ബ്രൂണോക്കാണെങ്കിൽ മാറി നിൽക്കാൻ സ്ഥലവുമില്ല. അങ്ങനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ മാറി നിൽക്കാൻ ഒരിടം ബ്രൂണോക്ക് അറേഞ്ച് ചെയ്തു കൊടുത്തു. അതൊരു ലോഡ്ജ് മുറിയായിരുന്നു. മാർക്കണ്ഡേയ ശർമ്മ എന്ന നാടകമൊക്കെയായി നടക്കുന്ന ഒരു സഖാവും കൂട്ടുകാരനും താമസിക്കുന്ന മുറിയായിരുന്നു അത്. ബ്രൂണോ വന്നത് മാർക്കണ്ഡേയ ശർമ്മയ്ക്ക് ആദ്യം അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിലും സഖാവ് സുനിൽ പറഞ്ഞുവിട്ടതാണെന്നറിഞ്ഞപ്പോ അവൻ ഒന്നടങ്ങി. പക്ഷേ വൈകാതെ ബ്രൂണോയുടെ പ്രശ്നങ്ങൾ മാർക്കണ്ഡേയ ശർമ്മയും കൂട്ടുകാരനും അറിയുകയാണ്. സഹോദരിയുടെ വിവാഹമാണെന്നും 25 പവൻ സ്വർണം തലേ ദിവസം അണിയാൻ ആവശ്യമായിരുന്നെന്നും സ്ത്രീധനം പറഞ്ഞുറപ്പിച്ചതാണെന്നും പാർട്ടി ഇപ്പോ ബ്രൂണോയെ സസ്പെൻഡ് ചെയ്തെന്നും പാർട്ടി ഹോൾഡ് വെച്ച് എന്തെങ്കിലുമൊക്കെ നടത്താം എന്ന് വിചാരിച്ചിരുന്ന ബ്രൂണോയ്ക്ക് അതോടെ അടിതെറ്റുകയായിരുന്നു. ബ്രൂണോയുടെ നിസ്സഹായാവസ്ഥ കണ്ട് മാർക്കണ്ഡേയ ശർമ്മയും കൂട്ടുകാരനും ബ്രൂണോയെ സഹായിക്കാൻ തീരുമാനിച്ചു. ബാസ്റ്റിൻ എന്ന സുഹൃത്തിനെ വിളിച്ച് മാർക്കണ്ഡേയ ശർമ്മ കാര്യങ്ങൾ സംസാരിച്ചു. ബ്രൂണോയ്ക്ക് വേണ്ട സ്വർണവും അറേഞ്ച് ചെയ്തു കൊടുക്കുകയാണ്. അടുത്ത ദിവസം ജുവല്ലറിയുടെ ആളായ പി അജേഷ് എന്ന പയ്യൻ വരുമെന്നും അവനോട് നോക്കിയും കണ്ടും സംസാരിച്ചോളണം എന്നും ശർമ്മ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ബ്രൂണോക്ക് ആ സമയം ശർമ്മയെ ദൈവതുല്യനായി തോന്നിയിരുന്നു. അടുത്ത ദിവസം ബാറിൽ വെച്ച് അജേഷിനെ ബ്രൂണോയും കൂട്ടുകാരും നേരിട്ട് കണ്ടു. അജേഷ് സ്വർണത്തിന്റെ ഡീലിംഗ് നടത്തുന്ന വ്യക്തിയാണ്. സംഭവം എന്തെന്നാൽ വിവാഹത്തലേന്ന് പെണ്ണിനിടാൻ സ്വർണം വേണം. വിവാഹ ചടങ്ങുകൾ നടക്കുമ്പോ കൊല്ലത്തൊരു പതിവുണ്ട്. പണപ്പിരിവ് നടത്തും. 2 പെൺകുട്ടികളിരിക്കും. ഓരോരുത്തരും കൊണ്ടുവരുന്ന ഗിഫ്റ്റായ പണം കൃത്യമായി പേരും അഡ്രസ്സും സഹിതം രേഖപ്പെടുത്തും. സാധാരണ രീതിയിൽ പിരിഞ്ഞു കിട്ടുമ്പോ വലിയൊരു തുക തന്നെ കാണും. ഇതിനു മുമ്പ് ഓരോ ചടങ്ങുകൾക്ക് പോയി ഇവരങ്ങോട്ട് കൊടുത്ത പണം അത്ര തന്നെയായും അതിൽ കൂടുതലായും തിരികെ വരും. ഇനി കൊടുത്തിട്ടില്ലാത്തവർക്ക് കിട്ടുന്ന പണത്തിനനുസരിച്ച് അവരുടെ വീട്ടിലെ ചടങ്ങുകൾക്ക് വാങ്ങുന്ന കുടുംബം പോകുമ്പോൾ കൊടുക്കുകയും വേണം. അതായിരുന്നു അവിടെ നിൽക്കുന്ന ഒരു സംസ്കാരം. കല്യാണം കഴിയുമ്പോൾ തന്നെ പണം വരും എന്നുള്ളതുകൊണ്ട് തലേ ദിവസത്തേക്കുള്ള സ്വർണം ജുവല്ലറിയെ അധികരിച്ച് സെയിൽസ് ഏജന്റായ അജേഷ് കൊടുക്കും. അടുത്ത ദിവസം ചടങ്ങ് കഴിയുമ്പോൾ കൃത്യമായ പണം വാങ്ങി അജേഷ് പോകും. ഇനി കൃത്യമായി കൊടുത്ത സ്വർണത്തിനുള്ള പണം കിട്ടിയില്ലെങ്കിൽ എത്ര പണമാണോ കിട്ടുന്നത് അതിനുള്ള സ്വർണം കൊടുത്ത് ബാക്കി സ്വർണവും വാങ്ങി അജേഷ് പോകും. ഇതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനും പണത്തിലെ ഏറ്റക്കുറച്ചിലും ഒക്കെയാണ് അജേഷിന്റെ ലാഭം. അജേഷ് റിസ്ക് എടുത്ത് നടത്തുന്ന ഒരു ഏർപ്പാടാണ്. ജീവിതം ആഘോഷിക്കുന്ന മട്ടിലുള്ള ചെറുപ്പക്കാരനായ അജേഷ് അവിടെ വന്ന് നല്ല രീതിയിൽ മദ്യപിച്ച് കല്യാണത്തലേന്ന് സ്വർണവുമായി താൻ അവിടെ ഉണ്ടാകും എന്ന് തറപ്പിച്ചു പറയുകയാണ്. കല്യാണത്തിന് തന്നെ നല്ല രീതിയിൽ കാണണമെന്നും കുപ്പി റെഡിയാക്കിക്കോളാനും പറഞ്ഞായിരുന്നു അജേഷ് അന്ന് പോരുന്നത്. അജേഷിന്റെ ധാർഷ്ട്യത്തോടെയും കാർക്കശ്യത്തോടെയുമുള്ള സംസാരം പലപ്പോഴും ബ്രൂണോയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നിരുന്നാലും സഹോദരിയുടെ കാര്യമോർത്ത് ബ്രൂണോ അതൊക്കെ ക്ഷമിച്ചു പിടിച്ചു. അങ്ങനെ കല്യാണ ദിവസം എത്തി. പറഞ്ഞ സമയത്ത് അജേഷ് അങ്ങോട്ടേക്കെത്തി. വീടിനകത്തേക്ക് വന്ന് ആഗ്നസിനെയും സ്റ്റെഫിയെയും ബ്രൂണോയെയും നിർത്തി സ്വർണം തൂക്കി കൈമാറി എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിച്ചു. നാളെ രാത്രി 8:30 എന്നൊരു സമയമുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് സ്വർണത്തിന്റെ പണം സെറ്റിൽ ചെയ്ത് എനിക്ക് പോണം. അപ്പോ അതും ഇതും പറഞ്ഞേക്കരുത് എന്നും കൃത്യമായി അജേഷ് ആദ്യമേ അവരോട് പറയുന്നുണ്ട്. കല്യാണം മുടങ്ങുമോ എന്ന് പേടിച്ച അവസ്ഥയിൽ നിന്നും കൺമുമ്പിൽ 25 പവൻ സ്വർണം കണ്ടപ്പോ സ്റ്റെഫിക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും തോന്നിയിരുന്നു. സ്വർണം സ്റ്റെഫി നോക്കി നിൽക്കുന്നത് ജനലിലൂടെ അജേഷ് കണ്ടു. അങ്ങനെ കല്യാണ ചടങ്ങുകൾ ഭംഗിയായി നടക്കാൻ തുടങ്ങി. അജേഷും കൂട്ടുകാരുടെ സംഘവും വെള്ളമടി പാർട്ടിയിലേക്കും തിരിഞ്ഞു. അജേഷ് ഓരോ നിമിഷവും ആഘോഷിക്കുകയായിരുന്നു. അവിടെയുള്ളവരെയൊക്കെ കൂടെ കൂട്ടി വെള്ളമടിച്ച് ഡാൻസ് ചെയ്ത് നല്ലൊരു വൈബ് തന്നെ അജേഷ് അവിടെ സെറ്റ് ചെയ്തു. കല്യാണത്തിന് പാർട്ടി സെക്രട്ടറിയും മറ്റും വന്നിരുന്നു. സെക്രട്ടറി ഫോട്ടോ എടുത്തിറങ്ങുമ്പോ ബ്രൂണോയെ വിളിച്ചു പറഞ്ഞു, കല്യാണം നീ എങ്ങനെയെങ്കിലും നടത്ത്. പാർട്ടിന്ന് വലിയ സഹായമൊന്നും പ്രതീക്ഷിക്കണ്ട. ഒക്കെ നമുക്ക് ശരിയാക്കാന്നേ. പാർട്ടിയിൽ നിന്ന് വലിയ സഹായം പ്രതീക്ഷിച്ചിരുന്ന ബ്രൂണോയ്ക്ക് അതൊരു ഞെട്ടലായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പതിയെ കുഴഞ്ഞുമറിയാൻ തുടങ്ങി. കല്യാണത്തിന് പള്ളിയിലച്ഛനടക്കം അവർ വിളിച്ച പലരും വന്നിരുന്നില്ല. വിചാരിച്ച പിരിവും വരില്ല എന്ന് മനസ്സിലായതും ആഗ്നസ് കുറച്ച് പരിഭ്രാന്തിയിലായി. രാജേഷും പരിവാരങ്ങളും വെള്ളമടിച്ച് കിടന്നതുകൊണ്ട് കല്യാണത്തിന് പങ്കെടുക്കാൻ പോയിരുന്നില്ല. പള്ളിയിൽ വിവാഹ ചടങ്ങുകൾ ഭംഗിയായി നടന്നു. മരിയാനോ എത്തി സ്റ്റെഫിയെ വിവാഹം ചെയ്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് സമയം രാത്രിയായി. കടലിലെ കുളിയും ഒക്കെ കഴിഞ്ഞിരുന്ന അജേഷ് കുളിച്ച് കുട്ടപ്പനായി വന്നു. കണക്കൊക്കെ സെറ്റിൽ ചെയ്ത് പോവാൻ തയ്യാറെടുത്തു. ജ്വല്ലറി ഉടമ അജേഷിനെ കാര്യം തിരക്കി വിളിച്ചിരുന്നു. പണം വാങ്ങാൻ താൻ പോവുകയാണെന്നും കഴിഞ്ഞിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. പണം വാങ്ങാനായി അജേഷ് എത്തുമ്പോഴാണ് അത് കാണുന്നത്. പുറത്ത് ചടങ്ങുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണമൊക്കെയിട്ട് സ്റ്റെഫി സിറ്റൗട്ടിലിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ മരിയാനോയും. കണക്ക് നോക്കാൻ വീടിന്റെ പിന്നിലേക്ക് ചെന്ന അജേഷിന്റെ അടുക്കൽ മാർക്കണ്ഡേയ ശർമ്മ പറഞ്ഞു, കുറച്ച് പ്രശ്നമുണ്ട്. വിചാരിച്ച പോലെ പിരിവ് വന്നില്ല. കപ്പേരെ തല്ലിയ വിഷയം പ്രശ്നമായി
പ്രശ്നമായി. പള്ളിയിലും പാർട്ടിക്കുമൊന്നും അധികം ആള് വന്നില്ല. പ്രശ്നം എല്ലായിടത്തും ഉണ്ടല്ലോ. എത്രത്തോളം പ്രശ്നം, അതാണ് പ്രശ്നം എന്നായിരുന്നു അജേഷ് പറഞ്ഞത്. എന്തായാലും കണക്ക് നോക്കാം, അമ്മയെ വിളിക്കെന്ന് പറഞ്ഞ് അജേഷ് അകത്തേക്ക് കയറി. കിട്ടിയ പണം മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ബക്കറ്റ് ആഗ്നസ് എടുത്ത് അജേഷിന് കൊടുത്തു. അജേഷ് അതിലെ പണം എണ്ണി. 13 പവൻ സ്വർണത്തിന്റെ പണമേ കിട്ടിയിരുന്നുള്ളൂ. 12 പവൻ സ്വർണം സ്റ്റെഫിയുടെ അടുത്ത് നിന്ന് ഊരി വാങ്ങിക്കൊണ്ടുവരാൻ അജേഷ് കട്ടായം അമ്മയോട് പറഞ്ഞു. ആഗ്നസിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ബ്രൂണോ കപ്പേരെ തല്ലിയത് കൊണ്ടാണല്ലോ പ്രശ്നമൊക്കെ ഉണ്ടായത്, പണം കിട്ടാതെ വന്നത്. അതുകൊണ്ട് ബ്രൂണോയെ കുറ്റപ്പെടുത്തി ആഗ്നസ് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ബ്രൂണോയും കലിപ്പിൽ നിൽക്കുകയായിരുന്നു. അജേഷ് ആകട്ടെ തന്റെ സ്വർണം ഇപ്പോൾ വേണമെന്ന പിടിവാശിയിലും സ്വർണം കൊണ്ട് തനിക്കിപ്പോൾ തന്നെ പോണം, സ്റ്റെഫിയെ വിളിക്കെന്ന് അജേഷ് പറഞ്ഞു. മടിയോടെയാണെങ്കിലും സ്വർണം മേടിക്കാൻ ആഗ്നസ് മുൻവശത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞെല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. സ്റ്റെഫിയും മരിയാനോയും മുറിയിലും കയറി. റൂമിൽ മുട്ടിവിളിച്ച് സ്റ്റെഫിയോട് ആഗ്നസ് കാര്യം പറഞ്ഞു. അപ്പോഴേക്കും മരിയാനോ അകത്തുനിന്ന് വിളി തുടങ്ങി. നീ ആ വാതിലടച്ചു വന്നേ, ബാക്കി എന്താണെങ്കിലും നാളെ നോക്കാം, ഇയാളൊന്ന് ഉറങ്ങട്ടെ അമ്മ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോവുകയാണ്. ആഗ്നസ് തിരികെയെത്തി അജേഷിനോട് കാര്യം പറഞ്ഞു. അജേഷിന് ദേഷ്യം വന്നിരുന്നു. തള്ള നമ്പർ ഇറക്കുന്നോ, എന്റെ സ്വർണം എവിടെ എന്ന് അജേഷ് ചോദിച്ചതും അമ്മയെ തള്ളയെന്ന് വിളിക്കുന്ന കേട്ട ബ്രൂണോയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അജേഷ് ആദ്യം മുതലേ കുറച്ച് ധാർഷ്ട്യത്തിലാണല്ലോ പെരുമാറുന്നത്. ബ്രൂണോ അജേഷിനെ ആട്ടിയിറക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീളുന്നതിനു മുമ്പ് ആഗ്നസും മാർക്കണ്ഡേയ ശർമ്മയും ഇടപെട്ടു. ബ്രൂണോയെ ഒതുക്കി മാറ്റി. അജേഷ് ദേഷ്യത്തിലായിരുന്നു. തന്റെ സ്വർണം തനിക്ക് വേണം എന്നവൻ കട്ടായം പറഞ്ഞു. ഒടുവിൽ ആഗ്നസ് പറഞ്ഞു, അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ അവള് സ്വർണം എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കണക്ക് നോക്കി ബാക്കി എത്രയാന്ന് വെച്ചാ നീ കൊണ്ടുവെക്കോ, പിന്നുള്ളത് എന്താന്ന് വെച്ചാ ഞങ്ങൾ അനുഭവിച്ചോളാം. ആഗ്നസിന്റെ വാക്കുകളിൽ നിസ്സഹായതയുണ്ടായിരുന്നു. അയാൾ ഉറങ്ങിന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും എന്നായി അജേഷിന്റെ ചോദ്യം. അവൾ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഗ്നസ് പറഞ്ഞു. അങ്ങനെ ലൈറ്റ് കാണത്തക്ക രീതിയിൽ മുറിയിൽ നിന്ന് കുറച്ചകലെയായി അജേഷ് മുറിയിലേക്ക് നോക്കി കാത്തിരിക്കാൻ തുടങ്ങി. കുറെ സമയം പിന്നിട്ടിട്ടും റൂമിലെ ലൈറ്റ് അണയാതായതോടെ അജേഷിന് ദേഷ്യം വരുന്നുണ്ട്. അജേഷ് തന്റെ വായിൽ വരുന്നത് വിളിച്ചു പറയാൻ തുടങ്ങി. അത് ബ്രൂണോയെ ചൊടിപ്പിച്ചിരുന്നു. മൊത്തത്തിൽ ലക്ക കെട്ടിരുന്ന ബ്രൂണോ അജേഷിനെ തല്ലാനും കൊല്ലാനുമായി മുമ്പോട്ട് വന്നെങ്കിലും ശർമ്മ കൃത്യസമയത്ത് ഇടപെട്ട് അവനെ പിടിച്ചുമാറ്റി. അജേഷ് വീണ്ടും കാത്തിരിക്കാൻ ആരംഭിച്ചു. ഈ സമയത്ത് അജേഷ് ഒന്ന് മയങ്ങിപ്പോയി. ഞെട്ടി ഉണർന്നപ്പോ സമയം 1 മണി പിന്നിട്ടിരുന്നു. അപ്പോഴും മുറിയിലെ ലൈറ്റ് അണഞ്ഞിട്ടില്ല. അജേഷിന് ദേഷ്യം കനത്തു വരാൻ തുടങ്ങി. ബ്രൂണോയും ശർമ്മയുമടക്കം എല്ലാവരും ഉറങ്ങുകയാണ്. അജേഷ് കയ്യിൽ കിട്ടിയ കുപ്പിയുമെടുത്ത് ജനല് തല്ലിപ്പൊട്ടിക്കാൻ എന്ന മട്ടിൽ വീട് ലക്ഷ്യമാക്കി ദേഷ്യത്തോടെ നടന്നു. പക്ഷെ മുറിക്ക് മുമ്പിൽ എത്തുമ്പോഴേക്കും ആഗ്നസ് അജേഷിന്റെ വട്ടം വന്നിരുന്നു. കണ്ണുകൾ നിറഞ്ഞ് കൈകൂപ്പി ആ സ്ത്രീ മോനെ എന്ന് വിളിച്ച് അപേക്ഷിച്ചപ്പോ അജേഷിന് അവിടെ ഒരു സീനുണ്ടാക്കാൻ തോന്നിയില്ല. കുപ്പി വലിച്ചെറിഞ്ഞ് ദേഷ്യവും സങ്കടവും കടിച്ചുപിടിച്ച് അജേഷ് തിരിച്ചു നടന്നു. പിന്നെ ചെന്നിരുന്ന് അജേഷ് ഉറങ്ങിപ്പോയി. നേരം നല്ല രീതിയിൽ പുലർന്നിട്ടായിരുന്നു അജേഷ് കണ്ണു തുറക്കുന്നത്. സ്വർണം വാങ്ങാൻ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അജേഷ് കണ്ടത് സ്റ്റെഫിയും മരിയാനോയും ഓട്ടോറിക്ഷയിൽ പോകുന്നതാണ്. അജേഷ് പിന്നാലെ ഓടിച്ചെന്നു. ഓട്ടോ വിട്ടുപോയിരുന്നു. ബൈക്ക് എടുത്തു പോവാൻ നോക്കിയപ്പോഴോ ബൈക്കിന്റെ ടയറിൽ കാറ്റില്ല, ആരോ ഊരിവിട്ടിരിക്കുന്നു. അജേഷ് അകത്തേക്ക് കയറി ചെന്നു. ആഗ്നസ് അജേഷിനോട് പറഞ്ഞു, അവനൊരു പ്രത്യേക ടൈപ്പാ മോനെ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഇവിടുത്തെ ബാത്റൂം കൊള്ളൂലെന്ന് പറഞ്ഞ് അവൻ അവളെയും കൂട്ടിക്കൊണ്ടുപോയി. അജേഷിന് എല്ലാ തരത്തിലും നിയന്ത്രണം വിട്ടിരുന്നു. ബ്രൂണോയെ കണ്ട് തന്റെ വണ്ടിയുടെ കാറ്റുരുവിട്ടതാരാ എന്ന് ദേഷ്യത്തിൽ അജേഷ് ചോദിച്ചു. പിന്നാലെ കല്യാണച്ചക്കന്റെ അഡ്രസ് കൊടുക്കാനും താൻ അവിടെ പോയി വാങ്ങിച്ചോളാം എന്നും അജേഷ് പറയുന്നുണ്ടായിരുന്നു. ബ്രൂണോയെ വിട്ട് അത് മേടിച്ചു തരാം എന്നൊക്കെ ആഗ്നസ് പറയുന്നുണ്ടെങ്കിലും അജേഷ് അടങ്ങുന്നുണ്ടായിരുന്നില്ല. ബ്രൂണോ ഒടുവിൽ പറഞ്ഞു, ആ കല്യാണക്കുറി എടുത്തു കൊടുക്കമ്മ, അവൻ പോയി വാങ്ങട്ടെ, ചെന്ന് കേറിക്കൊട് ബ്രൂണോ കലിപ്പിച്ചു പറഞ്ഞു. പിന്നാലെ ബ്രൂണോ വിശദീകരിച്ചു. സ്റ്റെഫിയെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് തലവിട്ടിച്ചിറ എന്ന് പറഞ്ഞ ഇടത്തേക്കാണ്. 3 ഭാഗത്തും കായലും 1 ഭാഗത്തു മാത്രം വഴിയുമുള്ള ഒരിടം. കുപ്രസിദ്ധമായ ഇടമാണ്. അല്പം പ്രശ്നം പിടിച്ച ഏരിയ. അവിടെ ചെന്ന് സ്വർണം വാങ്ങിക്കൊണ്ടുവരൽ ഒട്ടും ഈസിയല്ല. ബ്രൂണോ കുറച്ച് സമാധാനപ്പെടുത്തി പറഞ്ഞു. നീ കിടന്ന് തിളയ്ക്കാതെ, ഞാൻ തഞ്ചത്തി പോയി സാധനം മേടിച്ചോണ്ട് വരാം. പക്ഷേ അജേഷ് നിയന്ത്രണം വിട്ടു നിൽക്കുകയായിരുന്നു. വാശിയുണ്ടെ മേടിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞേ? വാശിയുണ്ടടാ, എന്റെ ചോറിലാടാ. നീയും നിന്റെ ചേച്ചിയും കൂടി മണ്ണ് വാരിയിട്ടെ അതിനുവേണ്ടി എന്റെ തല പോവാണേ, അതങ്ങ് പൊക്കോട്ടടാ. ദേഷ്യത്തിൽ അജേഷ് അവിടെ നിന്നിറങ്ങി. അന്ന് വൈകിട്ട് തലവെട്ടിച്ചിറയിൽ മരിയാനോയുടെ വിവാഹ ഫംഗ്ഷൻ നടക്കുമ്പോ അജേഷ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. വേദിയിലിരുന്ന് സ്റ്റെഫി അജേഷിനെ നോക്കിക്കണ്ടു. അവൾക്ക് വല്ലാതെ ഭയം തോന്നുന്നുണ്ടായിരുന്നു. അജേഷ് പക്ഷേ വേദിയിലേക്ക് കയറിച്ചെന്നും മറ്റും ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. ഇതിനിടയിൽ മരിയാൻ ഒരു വിവരം അറിഞ്ഞു. മരിയാൻ ഒരു ചെമ്മീൻ കെട്ട് നോക്കുന്നുണ്ട്. ആ ചെമ്മീൻ കെട്ടിൽ മരിയാനില്ലാത്ത സമയം നോക്കി കുറച്ച് പയ്യന്മാർ കയറി ചെമ്മീൻ മോഷ്ടിച്ചു അത്രേ. മരിയാൻ അത് കേട്ടതും വലിയ കലിപ്പാവുന്നുണ്ടായിരുന്നു. പക്ഷേ വിവരം പറഞ്ഞു, ഞാൻ നാളെ അവന്മാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ കയറി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഒക്കെ പറഞ്ഞ് നമുക്ക് കോംപ്രമൈസ് ആക്കാം. വൈകാതെ അങ്ങോട്ടേക്ക് ചടങ്ങിനായി ആഗ്നസും ബന്ധുക്കളും എത്തിച്ചേരുകയായിരുന്നു. അമ്മയെ കണ്ടതും സ്റ്റെഫിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അമ്മയ്ക്ക് അടുത്തേക്ക് വന്ന് അജേഷ് വന്നിരിക്കുന്ന കാര്യം അവൾ അമ്മയോട് പറഞ്ഞു. അത് കേട്ടതും ആഗ്നസ് ഒന്ന് ഭയക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അജേഷ്
അജേഷിനെ ഇവിടെ നിന്ന് മാറ്റണമെന്നും ഇല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോ കാറില് ഒരു സീറ്റും കൂടി കരുതിക്കോളാനും സ്റ്റെഫി പറഞ്ഞു. ആഗ്നസ് ആകെ വല്ലാതായി. പിന്നാലെ ആഗ്നസും സ്റ്റെഫിയും കഴിക്കാനിരുന്നപ്പോ അജേഷ് അവരുടെ അടുത്തു ചെന്നിരുന്നു. എന്തോ തള്ള നമ്പർ ഇറക്കുവാണോ? എന്റെ സ്വർണം കിട്ടാതെ ഇവിടെ ആരും സ്വസ്ഥമായി ജീവിക്കില്ല, അജേഷ് സ്റ്റെഫിയോടും ആഗ്നസിനോടുമായി പറഞ്ഞു. മരിയാനോയുടെ അളിയനായിരുന്നു ഭക്ഷണം വിളമ്പുന്നത്. അജേഷിനടുക്കൽ നേരത്തെ കണ്ടായിരുന്നല്ലോ, ആരാ എന്ന് ചോദിച്ചപ്പോ സ്റ്റെഫിയുടെ കസിനാണ് എന്ന് അജേഷ് കള്ളം പറഞ്ഞു. പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് സ്റ്റെഫി എഴുന്നേറ്റ് മരിയാനോയുടെ അടുത്തേക്ക് പോയി. ആഗ്നസ് അജേഷിനോട് അപേക്ഷിച്ചു, മോനെ ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത്, കുറെ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അവളെ ഇറക്കി വിട്ടത്. എന്തെങ്കിലും ഉണ്ടായ ഞാൻ കടലിൽ ചാടി ചാവണ്ടി വരും. അവളും ഭർത്താവും കൂടി 2 ദിവസം കഴിയുമ്പോ വിരുന്നിന് വരും. അപ്പോ ഞാൻ ആ സ്വർണം എടുത്തു തരാം. ഒരു 2 ദിവസം നീ എനിക്കിതാ. നിനക്കൂലടാ ഒരമ്മ? ആഗ്നസ് അത് ചോദിച്ചപ്പോ ചിരിയോടെ അജേഷ് ചോദിച്ചു. പിന്നെയും പറ്റിപ്പാണല്ലേ? ശേഷം അവിടെ ഉണ്ടായിരുന്ന മരിയാനോയുടെ അളിയനെ വിളിച്ച് മദ്യം കിട്ടുമോ എന്ന് തരത്തി ചോദിക്കുന്നുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ അജേഷിനെ മദ്യസൽക്കാരം നടക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അതിനോടകം മരിയാനോയുടെ ഫ്രണ്ട്സും ബ്രൂണോയും നിന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അജേഷ് വരുന്നത് കണ്ടതും ബ്രൂണോയുടെ മുഖം മാറി. അജേഷ് ആരാ എന്ന് മരിയാനോ ചോദിച്ചപ്പോ കസിനാണ് എന്ന് ബ്രൂണോ കളവ് പറഞ്ഞു. പിന്നാലെ അവിടെ നിന്നെല്ലാവരും മദ്യപിക്കാൻ തുടങ്ങി. അജേഷിന് എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോ താൻ ചെയ്യുന്ന പരിപാടിയെപ്പറ്റി അജേഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആഗ്നസിനും ബന്ധുക്കൾക്കും ഇറങ്ങാറായിരുന്നു. ആഗ്നസ് അപ്പോഴും ഭയത്തിലാണ്. ബ്രൂണോയെ ആഗ്നസ് അടുത്തേക്ക് വിളിച്ചു. അജേഷ് എന്തെന്ന് ചോദിച്ചപ്പോ മദ്യപിക്കുവാണെന്ന് പറഞ്ഞു. താൻ അജേഷുമായി സംസാരിച്ച കാര്യവും അജേഷ് ഒന്നും പറയാതെ പോയ കാര്യവും ആഗ്നസ് ബ്രൂണോയോട് സൂചിപ്പിച്ചു. അവനെന്തെങ്കിലും അബദ്ധത്തിൽ വിളിച്ചു പറയോ എന്നുള്ള തന്റെ ഭയം ആഗ്നസ് പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ അവനെ കൊല്ലും എന്ന് ബ്രൂണോ പറഞ്ഞപ്പോ എങ്കിൽ പോയി കൊല്ലടാ, കൊല്ലാൻ നടന്നിട്ടല്ലേ ഇതൊക്കെ വന്നേ, കൊല്ലുവാണേ അവനെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ കൊല്ലണം എന്നായിരുന്നു ആഗ്നസ് പറഞ്ഞത്. ഇനിയും എനിക്ക് വയ്യടാ ഇങ്ങനെ സഹിക്കാൻ എന്ന് പറഞ്ഞ് ആഗ്നസ് അന്ന് അവിടെ നിന്ന് മടങ്ങിപ്പോയി. ബ്രൂണോയോട് അവന്റെ കൂടെ തന്നെ നിൽക്കാനും അജേഷ് പ്രശ്നം ഉണ്ടാക്കാതെ നോക്കാനും പ്രത്യേകം ഏൽപ്പിച്ചിട്ടായിരുന്നു ആഗ്നസ് മടങ്ങിയത്. ബ്രൂണോ തിരികെ മദ്യസൽക്കാരം നടക്കുന്നിടത്തേക്ക് ചെന്നപ്പോ മദ്യവെച്ച് മതോന്മത്തനായി അജേഷ് താഴെ വീണിരുന്നു. ബ്രൂണോ മുന്നിലേക്ക് കടന്നു ചെന്നു. ഒരു ഗ്ലാസ് എടുത്ത് മദ്യപിച്ചു. അമ്മ പറഞ്ഞ വാക്കുകൾ ബ്രൂണോയുടെ തലയിലോടിയിരുന്നു. അജേഷിനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ എന്നുവരെ ബ്രൂണോ ആലോചിച്ചു. ഒരു കല്ലെടുത്ത് അജേഷിനെ കൊല്ലാൻ ബ്രൂണോ ഒരുങ്ങിയെങ്കിലും ഒടുവിൽ അത് വേണ്ടെന്ന് വെച്ച് ആ കല്ലവൻ അടുത്തുള്ള കായലിലേക്കിട്ടു. പിറ്റേന്ന് പുലർച്ചെ മദ്യപിച്ച് കിടന്നേം കൊണ്ട് ഇരുവരും വൈകിയിരുന്നു. മരിയാനോയുടെ വീട്ടിൽ നിന്നായിരുന്നു അവർ ഭക്ഷണം കഴിച്ചത്. മരിയാനോയുടെ അനിയത്തി സോണിയാകട്ടെ അജേഷിനെ കാര്യമായി നോക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ. മരിയാനോ ഈ സമയം ജോലിക്കായി ചെമ്മീൻകെട്ടിലേക്ക് പുറപ്പെടാനിറങ്ങി. ആ സമയത്തായിരുന്നു കഴിഞ്ഞ ദിവസം സുഹൃത്ത് പറഞ്ഞ് മരിയാനോയുടെ ചെമ്മീൻകെട്ടിൽ നിന്ന് ചെമ്മീൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ പയ്യന്മാർ കാണാനെത്തുന്നത്. അവർ മരിയാനോയോട് തങ്ങൾ മോഷ്ടിച്ചിട്ടില്ല, ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാ എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ അവര് പോവാൻ തുടങ്ങിയപ്പോ മരിയാനോ അതിലൊരുത്തന്റെ കൈ പിടിച്ചു. മണത്തു നോക്കി. അതിൽ നല്ല തോതിൽ ചെമ്മീന്റെ മണമുണ്ടായിരുന്നു. മരിയാനോ മണത്തു നോക്കുന്ന കണ്ടതും ആ പയ്യൻ പാനിക്കാവാൻ തുടങ്ങി. പോവാൻ നേരത്ത് സ്റ്റെഫി അജേഷ് ഒന്ന് മാറ്റി വിളിച്ചിരുന്നു. ബ്രൂണോയും കൂടെയുണ്ട്. അങ്ങോട്ടേക്ക് വന്ന സ്റ്റെഫിയോട് അജേഷ് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എവിടും പോകുന്നില്ല, പൊന്നും കൊണ്ടേ പോവുള്ളൂ. എനിക്ക് കിട്ടിയതൊന്നും ഞാനെനിക്ക് ആർക്കും കൊടുക്കില്ല, ഞാനും നിങ്ങളുമായിട്ട് ഒരിടപാടുമില്ല എന്നായിരുന്നു സ്റ്റെഫി പറഞ്ഞത്. അത് കേട്ടതും അജേഷിനെ പൊളിഞ്ഞു. വിരുന്നിന് വരുമ്പോ ഊരിത്തരാന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞേ. ബ്രൂണോ അജേഷിനെ പിടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ നോക്കി. ബ്രൂണോയോട് വിടാൻ പറഞ്ഞ അജേഷ് സ്റ്റെഫിക്കെതിരെ തിരിയുകയാണ്. പക്ഷെ സ്റ്റെഫി രണ്ടും കൽപ്പിച്ചായിരുന്നു. എന്റെ അടുത്തൊന്നും ചോദിക്കണ്ട, നമ്മൾ തമ്മിൽ ഒരിടപാടുമില്ല. സ്റ്റെഫി തീർത്തു പറഞ്ഞു, ഇത് നിങ്ങളുടെ ചോറ, നിങ്ങൾക്ക് നഷ്ടം വന്നു, നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ അത് മേടിച്ചെടുത്തോ. പക്ഷെ എന്റെ എന്നല്ല, ദേ ഇവന്റെ അടുത്തുനിന്ന്, എന്റെ ആങ്ങളെയെന്നും പറഞ്ഞു നടക്കുന്ന ദേ ഇവന്റെ അടുത്തുനിന്ന് നല്ല തണ്ടും തടിയുണ്ടല്ലോ, അവനോട് കൂലിപ്പണിക്ക് പോയി നിങ്ങളുടെ പണം തരാൻ പറ. പിന്നാലെ സ്റ്റെഫി തന്റെ വേദനകൾ ദേഷ്യത്തിലെന്ന പോലെ പറഞ്ഞു. അച്ഛൻ മരിച്ചിട്ടും ബ്രൂണോ ഒരു ജോലിക്കും കൂലിക്കും പോവാതെ പാർട്ടിയും വെട്ടും കുത്തുമായി നടന്നതും കുടുംബം നോക്കാതിരുന്നതും ഒടുവിൽ തനിക്കിഷ്ടം പോലും അല്ലാതിരുന്ന ഒരുത്തനെ തന്നെ പിടിച്ച് കെട്ടിച്ചതും ബ്രൂണോക്ക് അത് നന്നായി കൊണ്ടിരുന്നു. വേദനിച്ചു. ബ്രൂണോ ഒന്നും തന്നെ പറഞ്ഞില്ല. അജേഷ് വീണ്ടും സ്വർണം താൻ തിരിച്ചു വാങ്ങും എന്ന മട്ടിൽ സ്റ്റെഫിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കെ ദൂരെ നിന്നും പയ്യന്മാർക്കറിയുന്ന ശബ്ദം കേട്ടു. അവർ നോക്കിയപ്പോ കണ്ടത് മരിയാനോ ചെമ്മീൻ മോഷ്ടിച്ച പയ്യന്മാരെ ഒറ്റയ്ക്ക് നിന്ന് കൈകാര്യം ചെയ്യുന്നതായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് കണ്ട് അജേഷ് ഒന്ന് ഞെട്ടുന്നുണ്ട്. മരിയാനോ അത്രമേൽ കരുത്തനായിരുന്നു. 3 പയ്യന്മാരെ ക്രൂരമായിട്ടായിരുന്നു അവൻ ഡീല് ചെയ്തത്. മറ്റുള്ളവർ ഓടിയെത്തി ഒടുവിൽ മരിയാനോയെ പിടിച്ചുമാറ്റുകയായിരുന്നു. അജേഷ് അങ്ങോട്ടേക്കെത്തി മരിയാനോയെ നോക്കി നിന്നു. സ്റ്റെഫി ആ സമയം അജേഷിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്റെ ജീവിതം കോനാട്ടിയാക്കുന്നല്ലേ പറഞ്ഞേ, ഈ സ്വർണം പോയാലാ ഇപ്പൊ എന്റെ ജീവിതം കോനാട്ടിയാകുന്നത്. സ്റ്റെഫിയുടെ നിസ്സഹായ അവസ്ഥ അജേഷ് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഒപ്പം താൻ എതിരിടേണ്ടി വന്നേക്കാവുന്ന കലിപ്പനായ കരുത്തനായ മരിയാനോയെയും.
അവിടെ നിന്ന് അജേഷും ബ്രൂണോയും ഓട്ടോയിൽ അടുത്തുള്ള ടൗണിലേക്ക് പോന്നു. സ്വർണം വാങ്ങാതെ അജേഷിന് തിരികെ പോവാൻ പറ്റില്ല. അവിടെ ഒരു ലോഡ്ജ് മുറിയിൽ താമസിക്കാൻ അജേഷ് തീരുമാനിച്ചു. ബ്രൂണോ നിസ്സഹായാവസ്ഥയിലാണ്. തന്റെ കയ്യിൽ ഒന്നുമില്ല. സ്റ്റെഫിയുടെ വാക്ക് കേട്ട് തന്റെന്ന് പണം വാങ്ങാൻ നോക്കണ്ട എന്ന് ബ്രൂണോ പറഞ്ഞപ്പോ അതല്ലേലും തനിക്കറിയാം എന്ന മട്ടിലായിരുന്നു അജേഷ് പറഞ്ഞത്. ബ്രൂണോയുടെ അവസ്ഥ മറ്റാരെക്കാളും അജേഷിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അജേഷ് ബ്രൂണോയെയും തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് മദ്യപിച്ച് ലോഡ്ജിലായിരുന്ന ബ്രൂണോ ആകട്ടെ സ്റ്റെഫി പറഞ്ഞ വാക്കുകൾ ആലോചിച്ച് നൊന്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവനൊരു കോള് വരുന്നത്. കോളെടുത്ത് സംസാരിച്ചതും ബ്രൂണോ കൂടുതൽ വല്ലാതായി. ഒരു പിടുത്തവും കിട്ടാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് കയറി വന്ന് ഒരു കൈലിയുമെടുത്ത് ഉറങ്ങുകയായിരുന്ന അജേഷിനെ ഒന്ന് കാര്യമായി നോക്കി. പക്ഷേ അജേഷിനെ കൊല്ലാനായിരുന്നില്ല അവൻ തുനിഞ്ഞു നിന്നത്. മറിച്ച് കുരുക്കുണ്ടാക്കി അവൻ അവിടുത്തെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കാനൊരുങ്ങി. അജേഷ് കൃത്യസമയത്ത് ഉണർന്നതുകൊണ്ട് ബ്രൂണോയെ തടഞ്ഞു നിർത്തി. പിന്നാലെ ബ്രൂണോയോട് ദേഷ്യപ്പെടുകയും തട്ടിക്കയറുകയും ചെയ്തു. നിന്റെ സഹോദരി എന്നെ പറ്റിച്ച് സ്വർണം പിടിച്ചു വെച്ചിരിക്കുവാണ്. നീ ഇനി ഇതും ചെയ്ത് എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ നോക്കുവാണോ? അജേഷ് ബ്രൂണോയോട് വലിയ തോതിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് തിരക്കിയപ്പോ ബ്രൂണോയെ പാർട്ടി പുറത്താക്കിയെന്നും അതിന്റെ ദുഃഖത്തിലാണ് അവൻ ആത്മഹത്യ ചെയ്യാൻ പോയത് എന്നും ബ്രൂണോ പറഞ്ഞു. അതുകൂടിയായപ്പോ അജേഷിന് ദേഷ്യം കനത്തു. ബ്രൂണോയോട് നല്ല കലിപ്പിൽ തന്നെ അജേഷ് സംസാരിക്കുന്നുണ്ട്. ബ്രൂണോ വിചാരിക്കുന്ന പോലെയല്ല ജീവിതമെന്നും ജീവിതം ഒരു പോരാട്ടമാണെന്നുമൊക്കെ. നീയൊന്നും ഒരിക്കലും അത്തരത്തിൽ പോരടിച്ചിട്ടില്ലെന്നും എന്തു വന്നാലും കത്തിയുമെടുത്ത് ഇറങ്ങുമല്ലേ ചെയ്യുന്നേ എന്ന മട്ടിലൊക്കെ ബ്രൂണോയെ അജേഷ് കുറ്റപ്പെടുത്തി. പാർട്ടിന്ന് പുറത്താക്കി. പാർട്ടിയിലത് തനിക്ക് പറ്റില്ല എന്ന് ബ്രൂണോ പറഞ്ഞപ്പോ ഒരു വഴി പുറത്താക്കിയാ കേറാൻ മറ്റു വഴിയുണ്ടാവൂടാ എന്നായിരുന്നു അജേഷിന്റെ മറുപടി. അജേഷ് അങ്ങനെ ദേഷ്യത്തിൽ ബ്രൂണോയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ അവരുടെ മുറിയിലേക്ക് ഒരു യുവാവ് കയറി വന്നു. ആംബ്രോസ് എന്നായിരുന്നു അവന്റെ പേര്. വന്നപാടെ അജേഷിനെ അയാൾ അടിക്കുകയാണ്. ബ്രൂണോ ആംബ്രോസിനെ തടയാൻ ശ്രമിച്ചപ്പോ അജേഷ് വേണ്ടെന്ന് പറഞ്ഞിരുന്നു. വന്നുകയറിയ ആംബ്രോസ് സ്വർണ്ണക്കട ഉടമയുടെ മകനായിരുന്നു. പറ്റിപ്പോയ കാര്യത്തെപ്പറ്റിയും സ്വർണം പെട്ടുകിടക്കുന്നതിനെപ്പറ്റിയും അജേഷ് ആംബ്രോസിനോട് പറഞ്ഞു. തലവെട്ടിച്ചിറയിലാണ് സ്വർണമുള്ളത് എന്ന് കേട്ടപ്പോ ആംബ്രോസും ഒന്ന് ഞെട്ടുന്നുണ്ട്. സ്വർണം കിട്ടാതെ താൻ വരില്ലെന്നും 2 ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കാം എന്നും അജേഷ് പറഞ്ഞു. ആംബ്രോസ് അജേഷിനെ പുറത്തേക്ക് കൊണ്ടുപോയി. പിന്നാലെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. അച്ഛൻ അജേഷ് സ്വർണ്ണമായി മുങ്ങിയെന്ന് വിചാരിച്ച് നിനക്ക് വിളിച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് പറയായിരുന്നില്ലേ? ടാക്സും കോപ്പൊന്നുമില്ലാത്ത ഇടപാടാ. വേറെ വഴിക്കൊന്നും വാങ്ങിയെടുക്കാൻ പറ്റില്ല. അജേഷൊക്കെ മൂളി കേട്ടു. ആംബ്രോസ് അജേഷിന്റെ കയ്യിൽ കുറച്ച് ചെലവ് കാശും വെച്ചുകൊടുത്ത് അവിടെ നിന്ന് പോയി. അജേഷിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആംബ്രോസ് ഒരു സ്പോർട്സ്മാൻ ആണ്. അടി നല്ല രീതിയിൽ കൊണ്ടിരുന്നു. കണ്ണു നിറഞ്ഞ് ആ നിസ്സഹായ അവസ്ഥയിലും വേദനയിലും അജേഷ് സ്വർണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. നല്ലൊരു അടി കിട്ടിയെങ്കിലെന്താ, സമാധാനമായി. സ്വർണം തിരിച്ചു കൊടുക്കാൻ 2 ദിവസത്തെ അവധി കിട്ടിയല്ലോ. പിന്നാലെ ബ്രൂണോയുടെ കയ്യിൽ നിന്ന് മരിയാനോളിയന്റെ നമ്പർ അജേഷ് ചോദിച്ചു വാങ്ങി. മരിയാനോയെ വിളിച്ച് മിലിറ്ററി സാധനം കിട്ടിയിട്ടുണ്ടെന്നും മരിയാനോയുടെ കെട്ടിൽ വെച്ച് കൂടാൻ പറ്റുമോ എന്നും ചോദിച്ചു. അജേഷ് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ബ്രൂണോക്കൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാത്രിയിൽ തന്നെ കെട്ടിൽ വെച്ച് അവരൊന്നിച്ച് കൂടാൻ ചെന്നു. അജേഷിന്റെ കൂട്ടുകാരുമുണ്ടായിരുന്നു. മരിയാനോ കുറച്ച് കുടിച്ചു കഴിഞ്ഞ് കുടി നിർത്തി. ജോലി സമയത്ത് കൂടുതൽ കുടിക്കില്ല എന്നും എടുത്തു പറഞ്ഞു. ആ സമയം കൂട്ടത്തിലുള്ള ഒരു യുവാവ് കെട്ടിൽ നിന്ന് ചെമ്മീൻ പിടിച്ച് വറുത്തെടുത്താലോ എന്ന് പറഞ്ഞത് മരിയാനോക്ക് ഇഷ്ടപ്പെട്ടില്ല. താൻ തന്റെ കുഞ്ഞുങ്ങളെ പോലെ വളർത്തുന്നതാണത് എന്നായിരുന്നു മരിയാനോ പറഞ്ഞത്. ഉടനെ അയാൾ വീണ്ടും പറഞ്ഞു, ഏക്കർ കണക്കിനുണ്ട്. 2 ചെമ്മീൻ പിടിച്ച ആരറിയാനാ? മരിയാനോയുടെ മറുപടി വന്നു, അറിയൂടാ. ആദ്യം ദൈവം അറിയും, പിന്നെ മുതലാളി അറിയും, ജോലി പോകുമ്പോൾ ഞാനും അറിയും. മരിയാനോയുടെ വാക്കുകൾ കനത്തിരുന്നു. ഈ സമയമൊക്കെ അജേഷ് മരിയാനോയെ രൂക്ഷമായി നോക്കി നിൽക്കുകയാണ്. കിട്ടിയതു അടച്ചിട്ട് പോടാ അഭിപ്രായം പറഞ്ഞവനോട് മരിയാനോ പറഞ്ഞു. അജേഷ് ആണെങ്കിൽ കുടിച്ചുകൊണ്ടേയിരിക്കുവാണ്. മരിയാനോയോട് കോർക്കാൻ ഉറപ്പിച്ച് അജേഷ് പറഞ്ഞു, കുറച്ച് ചെമ്മീൻ കിട്ടിയറിഞ്ഞ വറക്കായിരുന്നു. അളിയന്റെ മുതലാളിയും ദൈവമൊക്കെ ഇപ്പൊ ഉറങ്ങിക്കാണും. മരിയാനോ അജേഷിനെതിരെ തിരിഞ്ഞു പറഞ്ഞു, സൂക്ഷിച്ചോ, ഇവനെന്തോ പ്രശ്നമുണ്ട്. അജേഷിനത് ഇഷ്ടപ്പെട്ടില്ല. ഓടിവന്ന അജേഷ് മരിയാനോയുടെ കോളറിന് കയറി പിടിക്കുകയാണ്. അവിടുണ്ടായിരുന്നവർ അജേഷിനെ പിടിച്ചുമാറ്റി. ഇതിനിടയിൽ മരിയാനോയുടെ ഷർട്ട് കീറി. പിന്നാലെ അവർ അജേഷിനെ വിളിച്ചുകൊണ്ടുപോയി. ബ്രൂണോ മരിയാനോയോട് ഒന്നും മനസ്സിൽ വെക്കണ്ട, കള്ളം പുറത്തു ചെയ്തതാ, വിട്ടേക്കെന്ന് പറഞ്ഞെങ്കിലും മരിയാനോ അതിനൊരുക്കമായിരുന്നില്ല. എത്ര കുടിച്ചാലും തലയ്ക്ക് പിടിക്കില്ല എന്നല്ലേ അവൻ പറഞ്ഞേ? വെള്ളപ്പുറത്ത് ചെയ്തതാളിയാ, വിട്ടുകളാ ബ്രൂണോ പറഞ്ഞു. വെള്ളപ്പുറത്തല്ലേ അവൻ പറയണം, നിന്നുദ്ദേശിച്ചല്ല മരിയാനോ, വെള്ളപ്പുറത്ത് ചെയ്തു പോയതാ എന്ന്. നാളെ വെളുപ്പിന് 3 മണിക്ക് കുഴിയന്തോട് ചായക്കടയിൽ വന്ന് അവൻ പറയണം. എങ്കി വിട്ടുകളയാം. രാവിലെ 3 മണിക്കോ? ബ്രൂണോ ചോദിച്ചു. എന്നോട് ചോദിച്ചിട്ടല്ലോ, അവൻ എന്റെ കുത്തിന് പിടിച്ചേ. അപ്പോ ഞാൻ പറയുന്ന സമയത്ത് വരേണ്ടി വരും. അതായിരുന്നു മരിയാനോയുടെ മറുപടി. പിറ്റേന്ന് അജേഷിന് ബോധം വന്നപ്പോ എല്ലാവരും അവനോട് സംസാരിച്ചു. തന്റെ പ്ലാൻ കൃത്യമായി വർക്കാവുന്നുണ്ടെന്നും മരിയാനോയെ താൻ കാണാനും പോകുന്നുണ്ട് എന്നായിരുന്നു അജേഷ് പറഞ്ഞത്. ആ പയ്യന്മാരെ അവൻ കൈകാര്യം ചെയ്തത് കണ്ടതല്ലേ എന്ന് ഭീതിയോടെ ബ്രൂണോ ചോദിച്ചപ്പോ, വെറുതെ ഒന്നുമല്ലല്ലോ, അയാളുടെ ചെമ്മീൻ
കെട്ടി കയറിയിട്ടല്ലേ എന്നായിരുന്നു അജേഷിന്റെ മറുപടി. അജേഷ് എന്തൊക്കെയോ കണക്കുകൂട്ടിയിരുന്നു. അന്ന് കെട്ടിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മരിയാനോ എത്തി. കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന സ്റ്റെഫിക്കടുത്ത് അജേഷിനെ പറ്റി ചോദിച്ചു. അജേഷുമായുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചു. സ്റ്റെഫിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ സ്റ്റെഫിയെ കൊണ്ട് ബന്ധം ഒരു പേപ്പറിൽ എഴുതിപ്പിച്ച് മരിയാനോ സ്റ്റെഫിയുടെ അമ്മയ്ക്ക് ഫോൺ വിളിപ്പിച്ചു. സ്റ്റെഫിയുടെ അമ്മയോട് അജേഷ് ആരെന്നും ബന്ധമെന്തെന്നും നിരക്കി. സ്റ്റെഫിയുടെ അമ്മ അത് സ്റ്റെഫിക്കറിയാമെന്ന് പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്തു. മൊത്തത്തിൽ എന്തോ പന്തുകേട് മരിയാനോക്ക് തോന്നുന്നുണ്ടായിരുന്നു. സ്റ്റെഫിക്കും അത് മനസ്സിലായി. ഒടുവിൽ സത്യങ്ങൾ സ്റ്റെഫി മരിയാനോയോട് പറയുകയാണ്. തട്ടിച്ചെടുത്ത സ്വർണം കൊണ്ടാണ് സ്റ്റെഫി വന്നതെന്നറിഞ്ഞതും മരിയാനോ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. സ്റ്റെഫിയെ തല്ലാൻ വരെ മരിയാനോ കയ്യോങ്ങിയെങ്കിലും അമ്മയും പെങ്ങളും വന്ന് സ്റ്റെഫി അകത്തേക്ക് കൊണ്ടുപോയി. വിവരമറിഞ്ഞ മരിയാനോയുടെ അമ്മയാകട്ടെ സ്റ്റെഫി തട്ടിപ്പുകാരിയാണ് എന്ന മട്ടിൽ പ്രാകുന്നുണ്ടായിരുന്നു. അന്ന് പുലർച്ചെ 3 മണിക്ക് മരിയാനോയെ കാണുവാൻ മരിയാനോ പറഞ്ഞിടത്തേക്ക് അജേഷ് ചെന്നു. മരിയാനോയുമായി സംസാരിച്ചു. മരിയാനോക്ക് താൻ കീറിക്കളഞ്ഞ ഷർട്ടിന് പകരം ഒരു ഷർട്ടും വാങ്ങിയായിരുന്നു അവൻ ചെന്നത്. മരിയാനോ പക്ഷേ അതാദ്യമേ കത്തിച്ചു കളഞ്ഞു. ദേഷ്യത്തിൽ മരിയാനോ ഇടപെട്ടപ്പോ അജേഷ് സമാധാനത്തിലായിരുന്നു സംസാരിച്ചത്. സ്വർണത്തിന്റെ കാര്യം അജേഷ് സൂചിപ്പിച്ചു. അത് തിരികെ വേണം എന്ന് അജേഷ് ആവശ്യപ്പെട്ടപ്പോ അത് തിരികെ തരാൻ പറ്റില്ല എന്ന നിലപാടായിരുന്നു മരിയാനോ എടുത്തത്. ഈ സ്വർണം കണ്ടുകൊണ്ട തന്റെ അനിയത്തിയുടെ കല്യാണവും ചേച്ചിയെ കെട്ടിച്ചതിന്റെ ബാക്കിയും കൊടുക്കാനുള്ളത് എന്ന് മരിയാനോ പറഞ്ഞു. നീ പോയി ആഗ്നസിന്റെ അവിടെ തമ്പടിക്കാനും അവളുടെ തള്ളുണ്ടാക്കി തരും സ്വർണം എന്നും പറഞ്ഞപ്പോ അതൊന്നും നടക്കില്ലെന്നറിഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അജേഷ് പറഞ്ഞു. അതെനിക്ക് സ്ത്രീധനം കിട്ടിയതാ, തരാൻ പറ്റില്ലെന്ന് മരിയാനോ തീർത്തു പറഞ്ഞു. അത് സ്ത്രീധനം കിട്ടിയതൊന്നുമല്ല, നിന്റെ ഭാര്യ കട്ടോണ്ട് വന്ന മുതല അതിൽ പങ്കുചേർന്ന നീയും കള്ളനാ, പെരുങ്കള്ളൻ. അജേഷ് ആ പറഞ്ഞത് മരിയാനോക്ക് നന്നായിക്കൊണ്ടിരുന്നു. കൊണച്ച വർത്താനം പറയരുത്. ആരുടെ കള്ളൻ? ഞാനോ? ഞാൻ അധ്വാനിച്ച് ജീവിക്കണവനാടാ, മരിയാനോ ദേഷ്യത്തിൽ പറഞ്ഞു. പുച്ഛത്തോടെ അജേഷ് പറഞ്ഞു. അത് പ്രതീക്ഷിച്ചാ ഞാൻ വന്നേ. അതുകൊണ്ടാ നിന്റെ അടുത്തുനിന്ന് കുറച്ച് നിറ ഞാൻ പ്രതീക്ഷിച്ചേ. ഓ, നീ പ്രതീക്ഷിക്കണ്ട, നീ പോവാൻ നോക്ക്, മരിയാനോ കനപ്പിച്ചു പറഞ്ഞു. മരിയാനോ പോവാനിറങ്ങിയപ്പോ അജേഷ് വിളിച്ചു പറഞ്ഞു. ഡാ മരിയാനോ, നീ അധ്വാനിച്ച് ജീവിക്കണോനാന്നല്ലേ പറഞ്ഞേ? അധ്വാനിച്ച് ജീവിക്കണോന് എന്തിനാടാ സ്ത്രീധനം? അവൻ അധ്വാനിച്ച് കുടുംബം പോറ്റും. അല്ലാണ്ട് പൊണ്ടാട്ടി കട്ടോണ്ട് വന്ന പൊന്നും വെച്ചോണ്ടിരിക്കുന്നവന് എന്താ വിളിക്കണ്ടേ? കാര്യം ഞാൻ ഈ പണിയും കൊണ്ട് ജീവിക്കുന്നേ. പക്ഷെ പറയാതെ വയ്യ. കൊല്ലത്തൊരു ചൊല്ലുണ്ട്, കണ്ടോന്റെ കോത്തിലെ തീട്ടം കണ്ട് പട്ടിയെ വളർത്തരുതെന്ന്. അത് നിന്നെപ്പോലുള്ള ആണുങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞേക്കുന്ന. മരിയാനോക്ക് അത്രമേൽ ദേഷ്യം കനത്തിരുന്നു. തന്റെ കത്തികൊണ്ട് മരിയാനോ ആ നിമിഷത്തിൽ അജേഷിനെ കുത്തി. ആഴത്തിലുള്ള മുറിവായിരുന്നില്ല, പക്ഷെ അജേഷിനെ കുത്തുകൊണ്ടിരുന്നു. മരിയാനോ നടന്നു നീങ്ങി. അജേഷ് മരിയാനോയെ അവിടെ നിന്നും കൂവി വിളിക്കുന്നുണ്ടായിരുന്നു, കളിയാക്കുന്നുണ്ടായിരുന്നു. ഇത്രയോ ഉള്ളൂ നീ എന്ന് ചോദിച്ച് അപമാനിക്കുന്നുണ്ടായിരുന്നു. മരിയാനോ തിരിഞ്ഞു നോക്കിയില്ല, മുന്നോട്ട് നടന്നുപോയി. അന്ന് മരിയാനോ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോ ചോര പുരണ്ട കത്തി കഴുകുന്നത് സ്റ്റെഫി കണ്ടു. അജേഷിനെ മരിയാനോ കുത്തിയിട്ടുണ്ട് എന്ന് സ്റ്റെഫിക്ക് മനസ്സിലായിരുന്നു. താൻ കാരണം അജേഷ് അങ്ങനെ കഷ്ടപ്പെടുന്നത് സ്റ്റെഫിക്ക് സഹിച്ചില്ല. അവൾ കുറ്റബോധം കൊണ്ട് നിറഞ്ഞു. രാത്രിയിൽ ബ്രൂണോയെ വിളിച്ച സ്റ്റെഫി അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരാമോ എന്ന് ചോദിച്ചു. മരിയാനോ അജേഷിനെ കുത്തിയ കാര്യവും പറഞ്ഞു. അടുത്ത ദിവസം സ്റ്റെഫിയെ കൊണ്ടുപോവാൻ ബ്രൂണോ വന്നു. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞായിരുന്നു സ്റ്റെഫിയെ കൂട്ടിക്കൊണ്ടുപോവാൻ ബ്രൂണോ എത്തിയത്. പക്ഷേ മരിയാനോ അവളുടെ കയ്യിൽ കിടന്ന സ്വർണമടക്കം ഊരിവെപ്പിച്ച ശേഷം മാത്രമേ സ്റ്റെഫിയെ ബ്രൂണോക്കൊപ്പം അയച്ചുള്ളൂ. അവരിരുവരും അജേഷിനെ അന്വേഷിച്ചു പോവാൻ തുടങ്ങി. ബാസ്റ്റിനും അവരെ സഹായിക്കാൻ വന്നിരുന്നു. അവരങ്ങനെ അജേഷ് താമസിക്കുന്ന അജേഷിന്റെ വീട്ടിലേക്ക് ചെന്നു. വളരെ പാവപ്പെട്ട ജനൽ പോലും വെക്കാത്ത ഒരു ചെറിയ ഓടുവീടായിരുന്നു അജേഷിന്റേത്. അജേഷിന്റെ അപ്പൻ പണ്ടേ മരണപ്പെട്ടു പോയതാണെന്നും അജേഷിനൊരു അമ്മയും സഹോദരിയും മാത്രമാണുള്ളതെന്നും സ്റ്റെഫി മനസ്സിലാക്കി. അജേഷിന്റെ അമ്മയും സഹോദരിയും അടുത്തുള്ള ഒരു ഇഷ്ടികക്കളത്തിൽ ജോലി നോക്കുകയായിരുന്നു. അജേഷിനെ വിളിച്ചിട്ട് ഒരാഴ്ചയായി കിട്ടുന്നില്ല എന്നവന്റെ അമ്മ പറഞ്ഞു. സ്റ്റെഫിയും ബ്രൂണോയും കൂടുതൽ വല്ലാതാവുന്നുണ്ട്. അവരോട് കൃത്യമായി കാര്യം പറയാതെ കല്യാണത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അവർ തിരികെ ഇറങ്ങി. ഉള്ള കിടപ്പാടം പണയം വെച്ചാണ് അജേഷ് സ്വർണത്തിന്റെ പരിപാടിക്ക് ഇറങ്ങിയത് എന്നവന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. സ്റ്റെഫി വല്ലാതെ കുറ്റബോധം കൊണ്ട് നീറാൻ ആരംഭിച്ചു. ധാർഷ്ട്യമൊക്കെ കാണിക്കുമായിരുന്നെങ്കിലും ഒരു പാവപ്പെട്ട യുവാവിന്റെ ജീവിതമാണ് താൻ വെച്ച് കളിച്ചതെന്ന് ആ നിമിഷം സ്റ്റെഫി തിരിച്ചറിയുന്നുണ്ടായിരുന്നു. വീട്ടിലിരിക്കുന്ന സ്വർണമെടുത്ത് അജേഷിന് എങ്ങനെയും കൊടുക്കണം എന്ന് സ്റ്റെഫി തീരുമാനിച്ചിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോ അവൾ സ്വർണം നോക്കി. പക്ഷേ സ്വർണം വീട്ടിലെ അലമാരയിൽ വെച്ച് പൂട്ടിയിരുന്നു. അലമാരയുടെ താക്കോൽ സ്റ്റെഫിക്ക് കണ്ടെത്താനും സാധിച്ചില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ വീട്ടിൽ കുരിശു വരിക്കുന്നിടത്താണ് താക്കോൽ
വെച്ചിരിക്കുന്നത് എന്ന് സ്റ്റെഫി മനസ്സിലാക്കി. വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തുപോയ ആ ഒരു ദിവസം സ്റ്റെഫി താക്കോലെടുത്ത് അലമാര തുറന്നു. അലമാരയിൽ നിന്ന് ഒളിച്ചു വെച്ചിരുന്ന സ്വർണം എടുത്തു. സ്റ്റെഫി അങ്ങനെ സ്വർണം എടുക്കുന്നത് മരിയാനോയുടെ അച്ഛൻ കണ്ടിരുന്നു. പക്ഷേ എല്ലാം അറിയാവുന്ന നല്ല മനുഷ്യനായ അദ്ദേഹം സ്റ്റെഫിയെ സഹായിക്കുകയാണ്. സ്റ്റെഫിയെ തോണി തുഴഞ്ഞ് ബസിന്റെ അടുത്തേക്ക് എത്തിക്കാനും അവിടെ നിന്ന് കൊല്ലത്തേക്ക് പോവാനുമുള്ള സൗകര്യം അയാൾ ഏർപ്പാടാക്കി കൊടുത്തു. സ്റ്റെഫി കഷ്ടപ്പെട്ട് ബസ്സിലേക്ക് കയറി. അവിടുത്തെ പള്ളിപ്പെരുന്നാളിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റെഫി കുറച്ച് സമാധാനിച്ചിരുന്നു. പക്ഷേ പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയുടെ ബ്ലോക്കിൽ ബസ് പെട്ടപ്പോ ആ ഭാഗത്തുണ്ടായിരുന്ന മരിയാനോ അവളെ കണ്ടു. ബസ്സിലേക്ക് കയറി വന്ന് അവളെ പിടികൂടി അവൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ച് അവളുടെ കയ്യിലെ സ്വർണം കണ്ട് അവളെ മർദ്ദിച്ചു. വലിച്ചടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തിയിട്ടും ഉപദ്രവം തുടർന്നു. അവിടെ അവളോട് അടങ്ങിയൊതുങ്ങി കഴിഞ്ഞോളണമെന്നും ആരും എന്നോട് ചോദിക്കാൻ വരില്ല എന്നും അയാൾ അലമുറയിട്ട് പറഞ്ഞു. അധികം വൈകാതെ പെരുന്നാളിന്റെ ഭാഗമായുള്ള ഒരു മത്സരം അരങ്ങേറുകയായിരുന്നു. താറാവിനെ പിടിക്കൽ. കാലിൽ മഞ്ഞ കയറ് കെട്ടിയ ഒരു താറാവിനെ 12 താറാവുകൾക്കുള്ളിൽ നിന്ന് ആര് പിടികൂടുന്നുവോ അയാൾ വിജയിയാകും. കായലിൽ നീന്തി വേണം അത് ചെയ്യാൻ. മുമ്പൊക്കെ മരിയാനോ ആയിരുന്നു വിജയി. അത്തവണ മത്സരം ആരംഭിച്ചപ്പോ മരിയാനോക്കെതിരെ കൂകി വിളിക്കാൻ ഒരാൾ വന്നു. അത് അജേഷ് ആയിരുന്നു. കുത്തേറ്റിരുന്ന അജേഷ് ചികിത്സയൊക്കെ കഴിഞ്ഞ് സുഖപ്പെട്ട് തിരികെ വന്നിരിക്കുകയാണ്. അജേഷ് മരിയാനോക്കെതിരെ കൂവുന്ന കണ്ടതും മുമ്പ് മരിയാനോ തള്ളിയ പയ്യന്മാരും മരിയാനോക്കെതിരെ കൂവാൻ ആരംഭിച്ചു. അജേഷ് വന്നത് കണ്ടതും ദേഷ്യത്തിൽ മരിയാനോ തിരികെ കയറി ചെന്നു. ഇത് കണ്ട് കാഴ്ചക്കാരിയായ സ്റ്റെഫി ഭയക്കുന്നുണ്ട്. നീ ചത്തില്ലടാ, മരിയാനോ ചോദിച്ചു. അതിന് നീ ഒന്നുകൂടെ കുത്തണ്ട വരും. അതായിരുന്നു അജേഷിന്റെ മറുപടി. അതിനുള്ള കത്തി എന്റെ മടിയിലിരിക്കുന്നുണ്ട്. എങ്കി അത് എടുക്കടാ. എന്നിട്ട് കുത്തി എന്നെ കൊന്ന് കുഴിച്ചിട്ട് അതിന്റെ മൂട്ടിൽ ഒരു തെങ്ങും വെച്ച് അത് പൊടിച്ചോ എന്ന് നോക്കിയിട്ട് വേണം നീ പോവാൻ. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരും. നിന്നെക്കൊണ്ട് മിനിമം ഞാനൊരു കൊലപാതകമെങ്കിലും ചെയ്യിക്കും. അയ്യേ, അതിന് നിന്നെക്കൊന്ന് 12 കൊല്ലം ജയിലിൽ പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുള്ള പരിപാടി വേറേണ്ടാ. എങ്കി അത് എടുക്കടാ. അജേഷ് അത് പറഞ്ഞപ്പോഴേക്കും താറാവിനെ പിടിക്കൽ മത്സരത്തിൽ പയ്യന്മാരുടെ ടീമിൽ ഒരുത്തൻ വിജയിച്ചിരുന്നു. ആഘോഷങ്ങൾ തുടങ്ങി. അവർ മരിയാനോക്കെതിരെ കൂക്കി വിളിച്ചു. അജേഷും ആ കൂട്ടത്തിൽ കൂടി. അധികം വൈകാതെ സ്റ്റെഫി അജേഷിനെ തനിച്ചു കണ്ടു. മരിയാനോ അജേഷിനോട് ചെയ്തതിന് സ്റ്റെഫി ക്ഷമ പറഞ്ഞു. വീട്ടിൽ അവന്റെ സ്വർണമുണ്ടെന്നും മരിയാനോ അതിന്റെ താക്കോൽ എവിടെയാണ് വെക്കുന്നതെന്നും തനിക്കറിയാം എന്നും സ്റ്റെഫി പറഞ്ഞപ്പോ അത് താൻ മോഷ്ടിക്കണോ എന്നായിരുന്നു അജേഷിന്റെ മറുചോദ്യം. അത് നിന്റെ ഇഷ്ടം എന്ന് സ്റ്റെഫി മറുപടി പറഞ്ഞു. അല്ലെങ്കിൽ വേറെ വഴിയുണ്ട്. സോണിയക്ക് നിന്റെ മേലൊരു കണ്ണുണ്ട്. മരിയാനോയുടെ സഹോദരിക്ക് തലനീട്ടിക്കൊടുത്ത 12 പവൻ നിനക്ക് കിട്ടും. അതിന് നിന്റെ ആങ്ങളയില്ലേ, അവനെ കൊണ്ട് കെട്ടിച്ചാ മതി എന്നായിരുന്നു അജേഷ് പറഞ്ഞത്. സ്വർണം കൊടുത്തിട്ടുണ്ടേ അത് എടുക്കാനും എനിക്കറിയാം എന്ന് അജേഷ് കൂട്ടിച്ചേർത്തു. മരിയാനോയെ സൂക്ഷിക്കണം, നീ കാണുന്ന പോലല്ല എന്ന് സ്റ്റെഫി പറഞ്ഞപ്പോ നീയാ സൂക്ഷിക്കേണ്ടത്, കൂടെ ജീവിക്കേണ്ടതല്ലേ എന്നായിരുന്നു അജേഷിന്റെ മറുപടി. നിന്റെ ശരീരത്തിൽ ഇപ്പൊ 4 പവൻ സ്വർണ്ണമല്ലേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നിനക്കവിടെ പട്ടി വിലയായിരിക്കും. അജേഷ് ഒന്നുകൂടി വ്യക്തമാക്കി. പോവാൻ നേരം തിരിഞ്ഞു നിന്ന് സ്റ്റെഫി പറഞ്ഞു. പിന്നെ നിന്റെ ദേഹത്ത് മണ്ണ് വീഴാതെ നോക്കണം. എന്റെ ദേഹത്ത് മണ്ണ് വീണ നിനക്കെന്താ എന്നായിരുന്നു അജേഷിന്റെ ചെറു പുഞ്ചിരിയോടെയുള്ള ചോദ്യം. ഒന്നും മിണ്ടാതെ സ്റ്റെഫി മുന്നോട്ടു പോയി. അങ്ങനെ പള്ളിപ്പെരുന്നാൾ ആഘോഷങ്ങളുടെ ദിവസം എത്തി. 13 പവൻ സ്വർണം സ്റ്റെഫി ധരിച്ചിരുന്നു. അമ്മ വന്ന് പറഞ്ഞു, ബാക്കി സ്വർണം കൂടി എടുത്തു കൊടുക്കടാ, നാട്ടാരൊക്കെ ഉള്ളതാ, പുതുപ്പെരുന്നാളാ, എല്ലാവരും നോക്കും. അത് കേട്ടതും മരിയാനോ പൂട്ടിവെച്ച സ്വർണം എടുത്തു കൊടുത്തു. പക്ഷേ ഇത് തനിക്ക് വേണ്ടെന്നും ഇത് അജേഷിന്റേതാണ്, ഞാൻ ഇടില്ലെന്നുമായിരുന്നു സ്റ്റെഫി പറഞ്ഞത്. ഓ, ഇവിടെ വെച്ച നിന്റെ അവൻ വന്ന് മോഷ്ടിക്കുമെന്ന് കരുതിയിട്ടാണോ എന്ന തരത്തിലായി അവന്റെ മറുപടി. അങ്ങനെ ഒളിച്ചും പാത്തും വന്ന് എടുക്കുന്നവനൊന്നുമല്ല അവൻ. സ്റ്റെഫി തന്റെ തീരുമാനം കനപ്പിച്ച് ആ സ്വർണം ധരിക്കാതെ അവിടെ നിന്നിറങ്ങി. കുറച്ചു കഴിഞ്ഞ പുറകെ മരിയാനോയും ഇറങ്ങി വന്നിരുന്നു. മരിയാനോയും സ്റ്റെഫിയും തോണി തുഴഞ്ഞു വരുമ്പോ അവരെ പ്രതീക്ഷിച്ചു നിന്നിരുന്ന അജേഷ് അവരെ നോക്കിക്കണ്ടു. സ്റ്റെഫി ധരിച്ചിരിക്കുന്നത് 13 പവൻ സ്വർണമാണെന്ന് ഒരു നോട്ടത്തിൽ തന്നെ അജേഷ് പറയുന്നുണ്ട്. പിന്നാലെ, എന്തായാലും നിന്റെ വീട്ടിൽ ബാക്കി സ്വർണം നീ വെക്കില്ലെന്ന് അറിയാൻ മരിയാനോ, അത് നിന്റെ മടിക്കെട്ടിലില്ലേ എന്നും അജേഷ് ചോദിച്ചു. അത് ശരിയായിരുന്നു. മരിയാനോ തന്റെ അരക്കെട്ടിൽ ബാക്കി 12 പവൻ സ്വർണം സൂക്ഷിച്ചിരുന്നു. അങ്ങനെ പെരുന്നാൾ ചടങ്ങുകൾ നടക്കുന്നിടത്തേക്കെത്തി. മരിയാനോ അജേഷിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. സ്റ്റെഫിയെയും ഒന്ന് നിരീക്ഷിക്കാൻ തന്റെ സുഹൃത്തിനെയടക്കം മരിയാനോ ചുമതലപ്പെടുത്തി. കുറച്ചു സമയം പിന്നിട്ടപ്പോ അജേഷിന്റെ കോൾ വന്നു. അവനപ്പോൾ മരിയാനോയുടെ ചെമ്മീൻ കെട്ടിലായിരുന്നു. മരിയാനോ തനിക്ക് തരാനുള്ളത് 12 പവൻ സ്വർണമാണ്. അതിന് ഏകദേശം 7,20,000 രൂപ വില വരും. കെട്ടിലെ ചെമ്മീന് എത്ര വില വരും? എന്തായാലും അതിന്റെ 10 ഇരട്ടി വില വരൂലോ എന്ന് പറഞ്ഞ അജേഷ് ചെമ്മീൻ കെട്ടിന്റെ പാളി പൊക്കി വെള്ളം തുറന്നുവിടുന്ന ശബ്ദം മരിയാനോയെ കേൾപ്പിച്ചു. ഇതൊരു സാമ്പിളാണ്. 1,000 രൂപയുടെ ചെമ്മീൻ. ഇങ്ങോട്ടേക്ക് വന്ന് സ്വർണം തന്നാൽ ചെമ്മീൻ കെട്ട് ഇതുപോലുണ്ടാകും, ഇല്ലെങ്കിൽ മൊത്തം നശിപ്പിക്കും എന്ന് അജേഷ് ഭീഷണിപ്പെടുത്തി. മരിയാനോ ഭയന്നോടി അജേഷിന്റെ അടുത്തേക്ക് എത്തുകയാണ്. പാളി പിടിച്ച് പൊക്കിയും അടച്ചും മരിയാനോയെ ഭീഷണിപ്പെടുത്തി സ്വർണം അജേഷ് തന്റെ അടുത്തേക്ക് വലിച്ചെറിയിപ്പിച്ചു. സ്വർണം കിട്ടിയതും അതെടുത്ത് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ കെട്ടിന്റെ പാളിയടച്ച് മരിയാനോ ഓടിവന്ന് അജേഷിനെ പിടികൂടുകയാണ്. പിന്നെ അവിടെ
നടന്നത് ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു. പൊന്നിനു വേണ്ടിയുള്ള രണ്ടുപേരുടെ ഏറ്റുമുട്ടൽ. ഏറ്റുമുട്ടലിൽ സ്വർണം ബെൽറ്റ് വെച്ച് കറങ്ങുന്ന മെഷീനിന്റെ ഇടയിലേക്ക് വീഴുകയാണ്. മരിയാനോ അതെടുക്കാനായി സൂക്ഷ്മതയോടെ ശ്രമിക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് വന്ന അജേഷ് മരിയാനോയെ പിടിച്ചു തള്ളി. മെഷീനിടയിൽ മരിയാനോയുടെ കൈവിടുകയാണ്. മരിയാനോ കൈകുടുങ്ങി ജാമായി നിന്നു. അജേഷ് ഈ അവസരം മുതലെടുത്ത് മരിയാനോയുടെ കയ്യിലെ സ്വർണം മുഴുവൻ കൈക്കലാക്കി. ശേഷം പറഞ്ഞില്ലായിരുന്നോടാ ഈ സ്വർണം ഈ കൈയിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന്. മരിയാനോ വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു. അജേഷ് സ്വർണവുമായി ഇറങ്ങുമ്പോ മരിയാനോയെ തിരക്കി മരിയാനോയുടെ കൂട്ടുകാർ വരുന്നുണ്ടായിരുന്നു. അജേഷ് രണ്ടും കൽപ്പിച്ചു നിന്നു. പക്ഷേ കൃത്യസമയം ബ്രൂണോ വള്ളവുമായി അങ്ങോട്ടേക്ക് വന്നു. അവരെ താൻ കൈകാര്യം ചെയ്തോളാം, അജേഷ് പൊക്കോ എന്ന് പറഞ്ഞു. അജേഷ് അവിടെ നിന്നും പോരുകയാണ്. അജേഷ് നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിലേക്ക് വന്നു. സ്റ്റെഫി അവിടെ കാത്തു നിൽക്കുന്നുണ്ടോ എന്ന് നോക്കി. സ്റ്റെഫി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അജേഷ് സ്റ്റെഫിയോട് സംസാരിച്ചു. ഞാൻ വിചാരിച്ചില്ല നീ ഇവിടെ കാത്തു നിൽക്കുമെന്ന്. നീ ചത്തോ ജീവിച്ചോ എന്നറിയണ്ടേ, അതിനുവേണ്ടി നിന്നതാ. സ്റ്റെഫി പറഞ്ഞു. ഞാൻ ചത്താ നിനക്കെന്താ എന്നായിരുന്നു പുഞ്ചിരിയോടെ അജേഷിന്റെ ചോദ്യം. അജേഷ് പിന്നാലെ സ്വർണമെടുത്ത് സ്റ്റെഫിയെ കാണിച്ചു. ശേഷം ചോദിച്ചു, ഇതില്ലാതെ ഇവിടെ നിന്നാ നിന്റെ ജീവിതം കോന്നാട്ടിയാകുമെന്നല്ലേ പറഞ്ഞേ? നീ എങ്ങനെ ഇവിടെ ജീവിക്കും? അതിന് ഞാനിവിടെ ജീവിക്കുന്നില്ലല്ലോ. പിന്നെ അത് നീ അറിയണ്ട. അതിന് ആദ്യം ഇവിടുന്ന് പോവണ്ടേ? കൊല്ലത്തേക്കാണെങ്കിൽ എന്റെ കൂടെ പോരെ, ഞാൻ അങ്ങോട്ടാ. അജേഷ് വിളിച്ചു. സ്റ്റെഫി അവന്റെ കൂടെ പോയി. വള്ളം തുഴഞ്ഞു പോകുമ്പോ അജേഷ് ചിരിയോടെ പറഞ്ഞു, ഞാൻ പറയട്ടെ, നീ എന്തിനാ അവിടെ കാത്തുനിന്നതെന്ന്? തോറ്റുവന്നാലും എനിക്ക് തരാനുള്ള പൊന്ന നീ ഇട്ടിരുന്നേ. 12 പവൻ കൃത്യമായുണ്ട്. 1 പവൻ എവിടെയോ കുറഞ്ഞു. സ്റ്റെഫി പറഞ്ഞു, ഇനി ആരും എന്റെ ദേഹത്തെ പൊന്നളക്കണ്ട. എന്റെ മനസ്സമാധാനം കളഞ്ഞ സാധനം ഇത്. സ്റ്റെഫി സ്വർണം മൂരിയെടുക്കുന്നുണ്ടായിരുന്നു. അജേഷ് ചോദിച്ചു, പൊന്നില്ലാതെ ഈ നാട്ടിലൊരു പെണ്ണിന് ജീവിക്കാൻ പറ്റോ? ഞാനൊന്ന് നോക്കട്ടെ എന്നായിരുന്നു സ്റ്റെഫിയുടെ മറുപടി. സ്റ്റെഫിയെ നോക്കിക്കൊണ്ട് ചെറുപുഞ്ചിരിയോടെ അവൾ പൊന്നൊക്കെ ഊരി മാറ്റിയപ്പോ അജേഷ് പറഞ്ഞു, സ്റ്റെഫി ഇപ്പോഴാ നിനക്കൊരു വെട്ടം വന്നത്. സത്യത്തിൽ പൊന്നു തൊടാത്തപ്പോഴാ പെണ്ണിന് യഥാർത്ഥ ചന്തം. ഒരു പാളിച്ചയുമില്ല. പെർഫെക്റ്റ്. അത് കേട്ട് ചെറുനാണത്തോടെ സ്റ്റെഫി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അവളിൽ സന്തോഷം നിറയുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ പൊന്മാൻ എന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.